ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഹാൻ ജോബീസ് യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇട്ടായിരുന്നു മാർച്ച് 14 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ഇന്ന് 13 നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, എൻ്റെ അനിയൻ, അനിയത്തി എല്ലാവരും കൂടെ എനിക്കിട്ട് ഒരു വലിയ ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറുതിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഗൈസ്, എൻ്റെ അനിയനും അനിയത്തിയും കൂടെ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ഗൈസ്, കാണിച്ചു തരാം. എനിക്ക് 3 ഗിഫ്റ്റും അതെനിക്ക് അതിൻ്റെ ഒരു ഭ്രാന്ത് എനിക്കുള്ള ഇതാണ്. അവരാദ്യം എനിക്കൊരു പടം വരച്ചതാണ്. ഇതാണ് ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ മൈ ബിഗ് ബ്രദർ എന്നിട്ട് 14 ഇത് എൻ്റെ ബർത്ത്ഡേയുടെ ഇത്, പിന്നെ ജോഹാൻ ജേഡൻ ജിസ് ജോബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ ലവ് മൈ ബ്രദർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് ഞാൻ അതിൻ്റെ ഭ്രാന്ത് കാണിക്കുമെന്ന് പറഞ്ഞ സാധനമില്ലേ, അതാണ് ഗൈസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഗ്വാസിനെടുക്കട്ടെ. ഗ്വാസ് ഇതാണ് മതി. നിങ്ങൾ വിചാരിക്കും ഇതെന്നാണ് പേനയല്ലേ, ഇതിനാണ് വലിയ കാര്യം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ എൻ്റെ പെട്ടി കാണാമായിരിക്കും. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു പേന എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. ഞാൻ എൻ്റെ പേനയുടെ എല്ലാ വീഡിയോയും ഞാൻ ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ജോഹാൻ ജോബി എന്ന് പറഞ്ഞ യൂട്യൂബ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം പേന ഇത് ഫ്ലെയറിൻ്റെ ജെൽ പെന്നാട്ടോ. എനിക്ക് ജെൽ പെന്ന് ബ്ലാക്കാണ് ഇഷ്ടം. അപ്പം നമ്മൾ ബാക്കിയുള്ള സാധനം കാണിക്കും. എനിക്ക് പേന ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയുടെ ആശുപത്രിയിലുള്ള ഒരു ആൻറ്റി തന്നതാണ്. അമ്മയുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുള്ള ഒരു ആൻറ്റി തന്നതാണ് എനിക്കത് ലാസ്റ്റാണ് കിട്ടിയത്. അപ്പം ഇതാണ് സാധനം. ഇത് സാധനമല്ല, നമ്മുടെ ടീഷർട്ട്. എനിക്ക് ഒരു എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു മോഡൽ, ഒരു ഡിസൈനാണ്. അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ഈ കൈ ഉള്ളത് അത്ര പിടിക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് ഇങ്ങനെ കെട്ടി വെക്കാൻ ഇഷ്ടമാണ്. ബട്ടൺസ് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വന്നിട്ട് നമുക്കിനി അടുത്തത് എൻ്റെ അമ്മയും ഒരുമിച്ച് തന്നൊരു ഗിഫ്റ്റാണ് ഗൈസ്. ഇതാണ് ഒരു വാച്ച് ഗൈസ്. എൻ്റെ വാച്ച് പോയിട്ട് കുറേ നാളെ കേട്ടോ. ഇത് കമ്പനിയിൽ നിന്ന് നോക്കട്ടെ ഗൈസ്. ജാക്ഫിൽ എന്ന് പറഞ്ഞ ഏതൊരു കമ്പനിയാണ് ഗൈസ്. നല്ല വാച്ചാട്ടോ, നല്ല വിലയുള്ളതാട്ടോ. നല്ല വാച്ച്, നല്ല കോട്ടിങ്ങിലാണ്. എങ്ങനെ തുറക്കാൻ പറ്റില്ലേ? തുപ്പലൊക്കെ ഇത് ഇങ്ങനെ കേട്ടോ കാണിച്ച് കാണാം. സെറ്റ് വാച്ചാട്ടോ ഗൈസ്. എനിക്ക് കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് ചേരും കേട്ടോ. ഇനിയാണ് നമ്മുടെ ലോങ് വീഡിയോ എടുക്കാനുള്ള കാരണം എന്നാണ് കാണിക്കാന്ന്. നമ്മുടെ മുതൽ ഗൈസ് കാണിക്കാം. ഇത് ദിവനാണ് നമ്മുടെ മുതൽ ഗൈസ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സെറ്റ് സാധനം കേട്ടോ. ഞാൻ ഉപയോഗിച്ചോട്ടൊന്നുമില്ല, ഞാൻ പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല ഗൈസ്. അതേപോലെ ഈ സാധനം. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് തലേണയുടെ ഒക്കെ മണ്ട വെച്ച് നോക്കാം. ഞാൻ തലേണ എടുക്കട്ടെ. എപ്പോഴാണ് ഗൈസ് തലേണ കിട്ടുന്നില്ല, നോക്കട്ടെ. തനിച്ച് പറക്കണമല്ലോ. തലേണയുടെ മണ്ടക്ക് കയറിയിരിക്കണം. അത് സോഫ്റ്റ് ആണ്. നമ്മുടെ മുതൽ ഇവനാണ്. നമ്മുടെ മുതൽ എൻ്റെ ഞാൻ വഴക്കമുണ്ടാക്കി മേടിച്ച സാധനം കേട്ടോ. എനിക്കിതിന് മുന്നേ ഒരു ആഫ്രിക്കർ ഉണ്ടായിരുന്നു ഗൈസ്. ഇതേക്കൂട്ട് തന്നെ ഇതേ മോഡലായിരുന്നു. പക്ഷെ അത് 2x2 ആണ്, പെട്ടെന്ന് പോകാട്ടോ. പക്ഷെ ഇത് 4x4 സെറ്റ് സാധനം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇവിടെയാണ് തുറക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തില്ല. അയ്യോ വാടാ മച്ചാനെ. ഗൈസ്, നമ്മുടെ ബോക്സ് നമ്മളങ്ങോട്ട് എടുത്ത് ബോക്സ് ആട്ടോ. ഇത് ഭയങ്കര ഇത് ഫോട്ടോ ആക്കണം. ഞാനിതിൽ ബ്ലാക്ക് ഗൈസ് മേടിച്ചത്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഇത് തുറന്നാം ഗൈസ്. ഇതെന്നാ എനിക്കറിയില്ല, ഇത് നോക്കി ചെയ്യണം. കണ്ടോ വെള്ളം
വെള്ളമൊന്നുമില്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഗൈസ് റിമോട്ട്. ഇവിടെ നിന്നൊക്കെ നട്ടൊക്കെ ഉണ്ട്. നട്ട് ഗൈസ് നട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നട്ട് ഊരിയിട്ടുണ്ട്. നട്ട് അങ്ങനെ ഊരി പിന്നെ അവിടെ പോയി കളയാം. നമുക്കിനി നമ്മുടെ റിമോട്ട് എടുക്കുന്നത് റിമോട്ട് ഗൈസ് അത്യാവശ്യം നല്ല കേട്ടോ. ഇതുണ്ടോ ഇവിടെ രണ്ട് സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതാണ് കേട്ടോ. ഇതുണ്ടോ ഇത് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ സ്വിച്ചാണ്. എനിക്ക് മൂക്കിലൊക്കെ എന്തോ അപ്പോൾ സിഞ്ഞാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പം നമുക്ക് ഇതിനെ കളയാം. ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഗൈസ് സെറ്റ് വേണം കേട്ടോ. നല്ല ഷോക്ക് കപ്സ് ആണ് ഇതിന്. ഷോക്ക് കപ്സ് നെറ്റി കൊണ്ട് പൊട്ടിക്കുന്നു. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ അപ്പോഴാണ് മറ്റേ സാധനം ഉണ്ട്. ഈ ഇവിടെ പോയി തപ്പട്ടെ. അയ്യോ ദൈവം ഞാനെല്ലാം അറിയില്ലേ ഗൈസ് കിട്ടി കേട്ടോ. അപ്പം ഈ സാധനം ഉണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ഇവിടെ അടയ്ക്കുന്ന പറയാൻ സാധനമുണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി വെള്ളം അവിടെ നിന്ന് ഒപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. വെള്ളത്തിൽ നമുക്ക് താഴെ പോയിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത് തന്നെയാണ്. അതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നല്ല സോഫ്റ്റ് തയ്യാറാക്കാം. ഇത് 4x4 ആണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പോകും. മോട്ടറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ തിരുമ്പില്ല ഗൈസ്. ഇത് ശബ്ദമുണ്ട് കേട്ടോ. എന്താ വീഡിയോ കേൾക്കത്തില്ലായിരിക്കും. ഓടിച്ച് കാണിക്കുമ്പോൾ കേൾക്കാം. അപ്പോൾ നമ്മളപ്പം ഒന്ന് ഓണാക്കി നോക്കാം. അയ്യോ ഗൈസ് ചാർജ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ട് വരാം. ഗൈസ് അപ്പം നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓണാക്കി നോക്കാം. ഓണാക്കിയപ്പോൾ ഗൈസ് വെട്ടം വെട്ടം വന്നില്ല ഗൈസ്. സെറ്റ് തോന്നണം കേട്ടോ. വെട്ടം വന്ന് നമുക്ക് റിമോട്ടാണ് നോക്കാം. ഇത് ഇവിടെ കണ്ടോ ഗൈസ് റിമോട്ടിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിലൊരെണ്ണം ഞെക്കിയാൽ ഇവിടെ റെഡ് ലൈറ്റ് ഇടും. ഹായ് ഹായ് സെറ്റ് കാണാം കേട്ടോ. സെറ്റ് കാണാം സെറ്റ് കാണാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് 4 വീലറാണ്. നമ്മളിങ്ങനെ ഞെക്കുമ്പം ഇടാം. ഇതിപ്പം ഇങ്ങനെ വെക്കിയാൽ ഇത് ഫ്രണ്ടിലേക്കാണ്. ഇങ്ങനെ വെക്കിയാൽ ബാക്കിലേക്കാണ്. ഇവിടെ നല്ല സെറ്റപ്പ് ആട്ടോ. ഇടിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യാം. നല്ല ഷോക്കപ്സ് ആട്ടോ. ഇത് കണ്ടോ. ഈ ലൈറ്റ് ആണെങ്കിൽ നമുക്കിത് വേണം ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ താക്കി വെക്കാം. പിന്നെ ഇങ്ങനെ വെക്കാം. പിന്നെ ഇവിടെ നല്ല സെറ്റപ്പ് ആട്ടോ സാധനം. ഇനിയാണ് ഗൈസ് നമ്മുടെ മെയിൻ സാധനം. ഞാൻ ഓഫാക്കിയിട്ട് ഞാൻ പോയി താഴെ പോയി വെള്ളം ഇടും ഗൈസ്. വരാം. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോൾ വരാം. ക്ലാസ്സിലായിട്ട് എടുത്തോണ്ട് അപ്പോൾ പാടാ എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയില്ല. സാധനം അവിടെ വെച്ചിട്ട് നമ്മൾ റിമോട്ട് ഈ സാധനം അവിടെ തുറക്കുക. എന്നിട്ട് ഈ സാധനം തുറന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്ന് വെള്ളം ഒഴിക്കാം. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഭയങ്കര കട്ടിയോട്ടോ. ഇത്ര വെള്ളം ചേർത്തുണ്ട് മൊത്തം. നമുക്ക് ഇത് ഫസ്റ്റ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. അത് തികഞ്ഞില്ല. നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ എടുക്കാം. ഇത്രയാണ് എടുത്തത്. ഇപ്പം
ഇത് മിച്ചം വേണം അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് പുക വരുന്നത് നോക്കാം. ആദ്യമായിട്ട് പുക വരുന്നതൊക്കെ നമ്മൾ കാണുന്നത് മോഡേണായിട്ട്. അപ്പോൾ നമ്മൾ ഓണാക്കി ലൈറ്റ് വീണ്ടും വരുന്നു. ഓണാക്കുമ്പോൾ മാത്രമേ ലൈറ്റ് വിളിക്കുള്ളൂ ഗൈസ്. ഗൈസ് പറയാനായിട്ട് നമ്മൾ പറയണ്ട സെറ്റാ. പിന്നെ ഇവിടെ വേറെ രണ്ട് ഇപ്പോൾ പോയി 2 മിനിറ്റ്. ഓ ഗൈസ് അപ്പം നമ്മൾ ഇവിടെ ഒരു സ്വിച്ചും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനേക്ക് നോക്കാം ഗൈസ്. സെറ്റ് സാധനട്ടാ പുക വരുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൈസ് ഒരു പുക വരുന്നതൊക്കെ കാണുന്നത്. സെറ്റ് സാധനം കേട്ടോ. കൊണ്ടോ ഇത് കാണാൻ ചിലപ്പോഴെ കാണത്തില്ല, എനിക്കറിയില്ല. നല്ല കാണപ്പെട്ട ആ വായിലൊക്കെ അടിക്കരുത് ഗൈസ്. ഗൈസ് സെറ്റ് സാധനമായിട്ട് നമ്മളിപ്പം ഗ്ലാസ്സിലേക്ക് അടിച്ചു വിടുക ഗൈസ്. ഗ്ലാസ്സിൽ നിന്നൊക്കെ പുക വരുന്നു. ഇതൊക്കെ മൊത്തം പുക ആക്കാം. ഇങ്ങനെ പുക അങ്ങോട്ട് വിട്ടേക്കാം. സെറ്റ് സാധനം കേട്ടോ ബോയ്സ്. എൻ്റെ അമ്മ ഇയോളോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഓടിച്ച് കാണിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് സ്വിച്ച് വെച്ചൊന്ന് ഓഫാക്കാം. ഇപ്പോൾ ഓഫായി, ഓണായി, ഓഫായി. ഗൈസ് ഇതിലെന്തെങ്കിലും പുസ്തകം ഉണ്ടെന്നാണ് നമുക്ക്. ഇനി ഓഫ് റോഡാണ് ഗൈസ്. ഇതെങ്ങനെ ഓടും, ഇതെങ്ങനെ ഓടിക്കേണ്ടതെല്ലാം നമ്മൾ കാണിച്ചു. അപ്പം നമുക്ക് നേരെ പോകാം.